കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഒക്കെ പേര് എഴുതുന്നതിന് മുൻപായി ബഹു, അതായത് ബഹുമാനപ്പെട്ട എന്ന് നിർബന്ധമായും ചേർത്തിരിക്കണമെന്നാണ്. സെക്രട്ടേറിയറ്റിൽ ഇതിൻ്റെ ചുമതലയുള്ള വകുപ്പ് തന്നെയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. വെറുതെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, അവരെ അതിന് ആ സ്ഥാനത്തിന് തൊട്ടിടതുവശത്ത് ബഹു എന്നുകൂടി ചേർക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട എന്നുള്ളതിൻ്റെ ചുരുക്കമായ ബഹു ചേർക്കാതെ ഇനി മുതൽ ഒരു എഴുത്തുകുത്തും അവിടെ നടക്കാൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധന വിധേയമാക്കിയതിന് ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി നിവേദകർക്ക്, അപേക്ഷകർക്ക് നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹു മുഖ്യമന്ത്രി, ബഹു മന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഈ സർക്കുലർ പറയുന്നത്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കാര്യം നമുക്ക് മനസ്സിലായി. ഒട്ടും ബഹുമാനം കുറയ്ക്കേണ്ട, ഇത് ജനാധിപത്യം തന്നെയാണ്, പക്ഷേ ഞങ്ങൾ അല്പം ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ വിപ്ലവ ചിന്താഗതിക്കാരെന്ന് പറയപ്പെടുന്ന ഈ മന്ത്രിമാരും ഉന്നതന്മാരും ഒക്കെ തന്നെ കരുതിയിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷം മുമ്പ് കേരള സർക്കാർ വേറെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതും സ്വമനസാലയല്ല, പലരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. നമ്മൾ സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകുമ്പോൾ അതിൻ്റെ താഴ്മയായി അപേക്ഷിക്കുന്നു എന്നെഴുതുന്നൊരു പതിവ് പണ്ടുണ്ടായിരുന്നു. ഇത് പണ്ട് വലിയ നാട്ടിൽ നിലവിലുണ്ടായിരുന്നതാണ്. അതെല്ലാം ആ താഴ്മയായി അങ്ങ് മാറ്റി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രം ആക്കി മാറ്റിയാൽ മതി എന്ന് സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നു. ഇത് വളരെ ശക്തമായ തോതിൽ പലരും ഈ ആവശ്യം ഉന്നയിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം അന്ന് ഉണ്ടായത്. ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഈ നാട്ടിൽ ജനാധിപത്യമാണ് എന്നാണ് വെപ്പ്. അവിടെ രാജാക്കന്മാരും തമ്പ്രാക്കന്മാരും ആരും തന്നെ ഇല്ല. ആരും ജനപ്രതിനിധികളുടെ മുന്നിൽ ചെന്ന് ഇടുപ്പിൽ തോർത്ത് കെട്ടി നിന്ന് കുനിഞ്ഞു നിന്ന് വിധേയത്തോടു കൂടി തമ്പ്രാനെ എന്ന് വിളിക്കേണ്ട ആവശ്യവുമില്ല. അധികാര കേന്ദ്രങ്ങളിൽ ഈ നാട്ടിലെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തയച്ച് അവർ അവിടെ നമുക്ക് വേണ്ടി ഭരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകളെ വേണം നമ്മൾ ഇതിൻ്റെ തൊട്ട് ബഹുമാനിക്കാൻ. നേരത്തെ ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ ഇരട്ടി ബഹുമാനം വേണം എന്നാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്.